ഞാൻ വിശന്ന് വലഞ്ഞിരിക്കുന്ന സമയത്ത് എൻ്റെ കാമുകി ഒരു വീഡിയോ കോൾ ചെയ്തു. ചേട്ടാ, ഞാൻ നല്ല ബിരിയാണി ആക്കിയിട്ടുണ്ട്, വാരിത്തരട്ടെ. ഓക്കെ. വാരിത്തരലും കോരിത്തരലുമായി ഒരു 3 പ്രാവശ്യം കഴിഞ്ഞപ്പോൾ ഒരു ഉളുപ്പില്ലാണ്ട് ഞാൻ പറഞ്ഞു, വയറ് നിറഞ്ഞ മുത്തേ മതി. വയറ് നിറയും, ഒരു സംശയവും വേണ്ട. ദാറ്റ് ഈസ് കോൾഡ് ലവ്. ഈ സ്നേഹമുള്ളിടത്ത് സന്തോഷം ഉണ്ടാവും. സ്നേഹം കൂടുമ്പോൾ സന്തോഷം കൂടും. അങ്ങനെ സന്തോഷം കൂട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് സ്നേഹിക്കുന്നവരുടെ എണ്ണം അങ്ങോട്ട് കൂട്ടി. അനഘ, അനിത, വിനിത, സുനിത, സവിത, കവിത, ലിപിത, ശ്രുതി, സ്വാതി, ശ്വേത, ഷീലു, ഷീല, ശബരി, ശബാന, ഷാനി, ആനി, ആശ, ആർജി, അശ്വതി, അനു, അനുശ്രീ, ജീന, ജീവ, ജാനകി, രേവ, രേഷ്മ, പ്രിയ, പ്രേക, അമ്മു, അച്ചു, കെച്ചു, ചിഞ്ചു, മഞ്ജു. ഇനിയുണ്ട്, കുറച്ചുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ തീർന്നു പോകും. ബാക്കിയുള്ളവർ ശാന്തരാകുക. അടുത്ത എപ്പിസോഡ് നിങ്ങളുടെ പേര് പറയുന്നതായിരിക്കും. അതിന് ഇത്രയും വിശാലമായ ഒരനുഭവമാണ് സ്നേഹം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഒരു എപ്പിസോഡ് ഞാൻ പറഞ്ഞപ്പോൾ ഒരു 10-20 മെസ്സേജുകൾ എനിക്കും. ചേട്ടാ, നിങ്ങൾ പ്രണയത്തെക്കുറിച്ച് പറഞ്ഞു, എന്തുകൊണ്ട് കാമുകന്മാരുടെ കാലനെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞില്ല എന്നൊരു ചോദ്യം. ആരാത്? ഇവളുമാരുടെയൊക്കെ ബെസ്റ്റി. എനിക്ക് കണ്ടുകൂടാത്ത സാധനങ്ങളാണ് ഈ ബെസ്റ്റി എന്ന് പറയുന്നത്. ഈ കാമുകിമാരെ കൃത്യം 12 മണിക്ക് വിളിച്ച് ബർത്ത്ഡേ വിഷ് ചെയ്യുക എന്നത് ലിപിതമായ ഒരു നിയമം, അതായത് പുസ്തകത്തിൽ എഴുതി വെച്ച ഒരു നിയമം. സത്യമായിട്ടും ആ നിയമം തെറ്റിച്ചാൽ അതോടെ തീർന്നു. ഒരു ദിവസം ബർത്ത്ഡേക്ക് ഒരു 11:59 ആകുമ്പോൾ കൃത്യമായിട്ട് അലറാം വെച്ചിട്ട് ഞാൻ എഴുന്നേറ്റ് അവളെ വിളിച്ചു. താങ്കൾ വിളിക്കുന്ന വ്യക്തി ഇപ്പോൾ ബെസ്റ്റിയുമായിട്ട് സംസാരത്തിലാണ്, ദയവായി അല്പസമയം കഴിഞ്ഞ് വിളിക്കുക. ഈ അല്പസമയം എന്ന് പറഞ്ഞത് രാവിലെ 2:45 വരെ പോകും. ബെസ്റ്റ് അല്ല, ഒരു ദിവസം എൻ്റെ കൈമ കിട്ടും, അത് വേറെ കാര്യം. 2:46 അവൾ തിരിച്ചു വിളിച്ചു. എന്നിട്ട് എന്നോട് ചോദിക്കുക, എൻ്റെ ബർത്ത്ഡേ ആയിട്ട് എന്താ നിത്തി വിളിക്കാത്തത്? ഞാൻ പറഞ്ഞു, നീ ഈ ബെസ്റ്റുമായിട്ട് 2:45 വരെ സൊല്ലിക്കൊണ്ടിരുന്നല്ലേ. എൻ്റെ പൊന്നോടേക്കാരാ, അറിയാണ്ട് ഈ സൊല്ലിക്കൊണ്ടിരുന്നല്ലേ വാക്ക് എൻ്റെ വായിന്ന് വീണുപോയി. നിനക്കെന്നെ സംശയമാണ്. ഇത് സ്ഥിരം പെണ്ണുങ്ങളുടെ സ്വഭാവം, അവരുടെ നമ്പറാണ്. കുറേ നേരം മുന്നിൽ നമ്മൾ എന്തേലും ബെസ്റ്റിയെക്കുറിച്ച് അങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നിനക്കെന്നെ സംശയമാണ്, എനിക്കെൻ്റെ പേഴ്സണൽ സ്പേസ് അല്ലേ, ഐ ഹാവ് മൈ ഓൺ പേഴ്സണൽ സ്പേസ് എന്ന് പറഞ്ഞ് ഇംഗ്ലീഷിൽ ചാറാ പറ. ഈ ദേഷ്യം വരുമ്പോൾ പുമ്പളർക്ക് ഇംഗ്ലീഷ് വരും. അത് ഏത് വകയിലാണെന്ന് എനിക്ക് ഒരു ധാരണയില്ല. ഞാൻ പറഞ്ഞു, നോക്കെ പോട്ടെ, വിട്ടുകളാ, ഇതിൻ്റെയൊക്കെ പുറകിൽ ആ കംസനാണെന്ന് എനിക്കറിയാം. ഞാൻ പോട്ടെ, ഒരു വിട്ടുകളേ ഇല്ല. അവൾ ആ കംസൻ്റെ കൂടെ തന്നെ പോയി. ഇപ്പം 2 മക്കൾ. ഈ പറഞ്ഞ ഞാൻ അനഘയുടെ കാര്യമാണ്. അനിത ഇതുപോലെ ഒരു ദിവസം അനിത എന്നെ വിളിച്ചു. രാവിലെ ഒരു 6:45 എന്നെ വിളിച്ചു പറഞ്ഞു, എടാ എനിക്കിന്ന് കോളേജിൽ പോകണം മംഗലാപുരത്ത്, നീ വരുമോ കൂട്ടിന്? വൈ നോട്ട്? കൃത്യം 8 മണിക്ക് കാസർഗോഡ് ബസ് സ്റ്റാൻഡിൽ ഞാൻ ഉണ്ടാകും. നമ്മൾ ഒരുമിച്ച് ബസ്സിന് മംഗലാപുരം പോകുന്നു. 1.5 മണിക്കൂർ ബസ് ട്രിപ്പ്. പൊളിഞ്ഞ് ഫോൺ വെച്ചിട്ട് ഒന്ന് കണ്ണടച്ചതാ, ഉറങ്ങിപ്പോയി. എണീച്ചപ്പോൾ 6:30 9:30. ഓക്കെ, ഫോൺ എടുത്ത് നോക്കി, അവളുടെ മിസ് കോൾ 2. ഞാൻ തിരിച്ച് കുറേ വിളിച്ച്, ഫോൺ എടുക്കുന്നില്ല. വാട്സപ്പ് എടുത്ത് നോക്കിയപ്പോൾ സ്റ്റാറ്റസ്, ട്രിപ്പ് ടു മാംഗ്ലൂർ വിത്ത് മൈ ബെസ്റ്റ് രാഹുൽ. ഈ ബെസ്റ്റിനെ കൊണ്ട് എന്തോരം തൊല്ലാന്നറിയോ. ഞാൻ അപ്പം തന്നെ റീപ്ലൈ കൊടുത്തു, സോറി എന്ന് പറഞ്ഞ് തൊഴുതു കൊടുത്തു. തൊഴുത മെസ്സേജ് കണ്ടപ്പോൾ അവൾ ഒഴിവാക്കുകയാണോ തൊഴുതിട്ട്. ഇത്രയും ദിവസം ഇല്ലാത്ത വ്യാഖ്യാനാണ് ഇപ്പോൾ അവൻ്റെ കൂടെ ഇരിക്കുമ്പോൾ വരുന്നത്. ഞാൻ ഒരു പാവത്താനെ പോലെ ഈ സ്മൈൽ ഉണ്ടല്ലോ, പാവത്തിൻ്റെ ആ സ്മൈൽ അയച്ചു കൊടുത്തു. ഞാൻ അയച്ചു. ഇനി സാധാരണ എനിക്ക് അവളുടെ ഹഗ്ഗും കിസ്സൊക്കെ കിട്ടണതാണ് ആ സ്മൈൽ കൊടുക്കുമ്പോൾ. അതിനവളുടെ റീപ്ലൈ, കൊഞ്ഞനം കുത്താണല്ലേ എന്ന്. ഇത്രയും നാൾ കിസ് അടിച്ചുകൊണ്ടിരുന്നാൽ ഇപ്പോൾ ചോദിക്കുകയാണ് കൊഞ്ഞനം കുത്താണല്ലേ എന്ന്. കംസൺ ഇമ്പാക്ട്. അതോടുകൂടി ഞാൻ പറഞ്ഞു, പോട്ടെ. കരയുന്ന സ്മൈൽ, അവളുടെ സ്റ്റാറ്റസ് എടുത്തിട്ട് കുറേ കരയുന്ന സ്മൈൽ അയച്ചു കൊടുത്തു. അതും പൊളിഞ്ഞു. കരയുന്നതെന്നും പറഞ്ഞിട്ട് ചിരിക്കുമ്പോൾ കണ്ണ് വെള്ളം തെറിക്കുന്ന സ്മൈൽ ആയിപ്പോയി ടെൻഷനിൽ അയച്ചു കൊടുത്തു. ഇപ്പോൾ അവനും അവർക്കും കൂടെ 3 മക്കളാണ്. അതും പോട്ടെ, സാരില്ല എന്ന് പറഞ്ഞു. ഞാനത് വിട്ട് ശ്രുതിയുടെ കാര്യം സിമ്പിളായിരുന്നു.
ഞങ്ങൾ നല്ല കമ്പനി, ഞങ്ങൾ കല്യാണം കഴിക്കാനൊക്കെ തീരുമാനിച്ച് എല്ലാം സെറ്റ്. രാത്രി ഞങ്ങൾ വിളിച്ചു പറഞ്ഞു നമ്മൾ നാളെ രാവിലെ മംഗലാപുരത്തേക്ക് പോകുന്നു, ഒരു റൂം എടുക്കുന്നു, അവിടെ സ്റ്റേ. പിറ്റേ നാളെ നേരെ മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നു, അവിടെ രജിസ്ട്രാറുടെ കാര്യം പറയുന്നു, കെട്ടുന്നു. ഒരു കുഴപ്പമില്ല. 10:30 ഞാൻ അവളെ താലോലിച്ച് ഉറക്കി കിടത്തി ഞാനും കിടന്നു. കൃത്യം 2:30 ആകുമ്പോൾ അവളുടെ കോള് വന്നു. ഞാൻ ഈ 2:30 സമയത്ത് അവൾ എന്തിനു വിളിക്കേണ്ട കാര്യം? ഹലോ, നീ ചതിയനാണ്, നീജൻ ദുഷ്ടൻ. 2:30 വിളിച്ചിട്ട് ഞാൻ പറയും എന്ത് കാര്യത്തിന്? നീ എന്തിനാണ് മംഗലാപുരത്ത് റൂം എടുക്കുന്നത്? നമ്മൾ റൂം എടുത്ത് അവിടെ മംഗലാപുരത്ത് പോകുന്നു, അവിടെ സ്റ്റേ ആവുന്നു, പോലീസിൽ കേസ് വരും, നമ്മളെ കാണുന്നില്ല എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം രാവിലെ വരുന്നു, അവിടെ നമ്മൾ രജിസ്റ്റർ എടുക്കുന്നു. നിനക്ക് വേറെ ഉദ്ദേശമുണ്ട്. അപ്പു ബെസ്റ്റ് പറഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ ദൈവം എന്ത് അപ്പു ബെസ്റ്റ്. ഞാനതൊരു 3 ആഴ്ച പിടിച്ചു ഇവളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി. അങ്ങനെയല്ല, അങ്ങനെ വീണ്ടും എല്ലാം ഒന്ന് സെറ്റാക്കി നിൽക്കുമ്പോൾ ഈ അപ്പു ബെസ്റ്റ് വീണ്ടും കയറി എന്ന് അവളോട് പറഞ്ഞു, നിങ്ങൾ ഒളിച്ചോടേണ്ട കാര്യമൊന്നുമില്ല. സത്യത്തിൽ നിൻ്റെ അച്ഛനോട് പറ, അച്ഛനോട് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനൊക്കെ സെറ്റാക്കി തരും, നിങ്ങളുടെ കല്യാണം നടത്തി തരും. ഈ കുരിപ്പ് കംസൻ്റെ വാക്കും കേട്ട് അവൾ അച്ഛനോട് പറഞ്ഞു, ഒരു തണ്ടിക്ക് കെട്ടിച്ചു കൊടുത്താലും ഓന് നിന്നെ ഞാൻ കെട്ടിച്ചു കൊടുക്കൂല. പാറട്ടക്കള മോള് അച്ഛനോട് പറഞ്ഞു, എന്നാൽ പിന്നെ അച്ഛൻ പറഞ്ഞ പോലെ ആയിക്കോട്ടെ, എനിക്ക് ഓറാന്നെ മതി. എൻ്റെ അറിവിൽ ഇതിനെക്കാളും വലിയ തെണ്ടി ഈ ലോകത്തില്ല. അടി അതോടുകൂടി വീട്ടുകാരവളെ കുഞ്ഞുപോലെ നോക്കാൻ തുടങ്ങി. ലോക്കറിലിട്ട് പൂട്ടി, നോ ഔട്ട് ഗോയിങ്, ഒരു പെണ്ണാൻ കെട്ടിയില്ല. അതോടെ തീർന്ന അവളുടെ കാര്യം. ഞാൻ ആകെ ടെൻഷൻ അടിച്ചിരിക്കുന്നു. ആർക്കും അങ്ങോട്ട് പോകാനോ വിളിക്കാനോ പറ്റുന്നില്ല. പക്ഷെ ഒരാൾക്ക് ആ വീട്ടിൽ പോവാം, ബെസ്റ്റ്. അവൻ എവിടെ വേണേലും കയറിച്ചല്ല, അവളുടെ അടുക്കളയിൽ വരെ പോവാം. അവൻ അവളുടെ അമ്മയുടെ അച്ഛനോടൊക്കെ കാണിക്കുന്ന സ്നേഹം കണ്ട എൻ്റെ പൊന്നെ തെരുവലിൽ നിന്ന് കയറി വരും. അമ്മാതിരി സ്നേഹം കാണിക്കല. ഇവളുടെ അച്ഛനമ്മനൊന്നും ഒരു മൈൻഡും ഇല്ല. പോട്ടെ, ഇവളുടെ വേറൊരു പ്രത്യേകത അറിയും. ഇവന്മാർ നമ്മൾ കൊടുക്കുന്ന എല്ലാ ഗിഫ്റ്റുകൾ പോസ്റ്റ് ചെയ്യണത് ഇവൻ്റെ പേരും പറഞ്ഞു, ബെസ്റ്റി നിന്ന് ഉരുത്തം കെട്ട്. ഞാനൊന്നും നോക്കിയില്ല, അവളെ എങ്ങനെയെങ്കിലും അവളെ വളച്ചൊടിക്കണം എന്ന് ആലോചിച്ചു. പക്ഷെ എവിടെയും കോണ്ടാക്റ്റ് ഇല്ല. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ പുണ്യാത്മാവ് എന്നെ വിളിച്ചു, ഈ ബെസ്റ്റി പറയുന്നത്. എന്താ എടാ, അവൾ പാവാട കരഞ്ഞ് ഇല്ലാണ്ടായി. അവൾ പാവാടയാണോ ചുരിദാറാണോ ഞാൻ തീരുമാനിച്ചത്, നീ എന്തിനാ വിളിച്ചത്? അതല്ലടാ, അവൾ നിന്നെ കെട്ടാതെ പറ്റാതെ ഭയങ്കര വിഷമത്തിലാണ്, എങ്ങനെയെങ്കിലും നീ അവളെയും കൊണ്ട് ഒളിച്ചോട്. ഈ കുരിപ്പാണ് എൻ്റെ ഒളിച്ചോട്ട് ആദ്യം മുടക്കിയത്. ഇപ്പോൾ വിളിച്ചു പറഞ്ഞാൽ ഒളിച്ചോട്. ഞാൻ എന്ത് ചെയ്യണ്ട്? ഞാൻ പറയും എനക്കൊരു താല്പര്യമില്ല, നീ ഈ കാര്യത്തിൽ ഇടപെടണ്ട, വേണമെങ്കിൽ നീ കൊണ്ടുപോയിക്കോ. ഒന്നും ആലോചിക്കാണ്ട് പോകാൻ പറഞ്ഞു, അത് കൊണ്ടുപോയിക്കോ. കൊണ്ടുപോയി. വേറെ ആർക്കും അവളായിട്ട് കണക്ഷൻ ഇല്ലല്ലോ. ഇവൻ ഇവളെ വീട്ടിൽ പോയിട്ടാകുമ്പോൾ ഇവള് പറഞ്ഞു, നീ ഓനെ വിളിക്കാൻ എനിക്ക് മിണ്ടണം. എന്നിട്ട് ലൗഡ് സ്പീക്കർ ഇട്ട് വിളിച്ചതായി കുരിപ്പ്. എന്നോട് സംസാരിക്കാൻ വേണ്ടി വിളിച്ചിട്ട് ഇപ്പോൾ ഓൻ്റെ സംസാരം. അതോടെ അവളും പോയി. കവിത. പക്ഷെ അവൾ എനിക്ക് ഒരിക്കലും നഷ്ടപ്പെടില്ല എന്നുള്ള 100% കോൺഫിഡൻസ് എനിക്കുണ്ട്. കാരണം അവൾ എൻ്റെ ബെസ്റ്റിയാണ്. അവൾ എൻ്റെ ബെസ്റ്റിയാണ്. എൻ്റെ സീതയെ കൊണ്ടുപോയ കംസന്മാരെയൊക്കെ ഞാൻ വിട്ടു. നിങ്ങൾ വിചാരിക്കേണ്ട ഈ സീതയും കംസനും തമ്മിൽ എന്ത് ബന്ധമാണ്? എൻ്റെ ജീവിതത്തിൽ നടക്കുന്നതിന് എന്ത് ബന്ധം? നിനക്കെൻ്റെ ഒരു ധാരണ ഇല്ലായിരിക്കില്ല. കിടക്കട്ട് ഇങ്ങനെയുള്ള വായിൽ വരും. അതുകൊണ്ട് അത് കാര്യമാക്കണ്ട. എൻ്റെ ലിസ്റ്റുകൾ ഇപ്പോഴും കൂടി വരുന്നുണ്ട്. ബെസ്റ്റികൾക്ക് എൻ്റെ ജീവിതത്തിലേക്ക് ആത്മാർത്ഥമായ സാധ്യത.